ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. അത് ഭ്രാന്തിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുകയാണ്. ഡൂയിങ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് എക്സ്പെക്ടിങ് എ ഡിഫറെൻറ്റ് റിസൾട്ട് ഈസ് ഇൻസാനിറ്റി. നമ്മൾ വീണ്ടും വീണ്ടും അതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമ്മൾ വേറെ ഒരു പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. നമ്മൾക്ക് പ്രതിഫലം വേറേത് വേണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഈ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഇച്ചിരി മാറ്റിപ്പിടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പ്രതിഫലം അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഇച്ചിരി തണുപ്പുള്ള കാലാവസ്ഥയിലോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ തുണികളൊക്കെ മാറ്റും. നമ്മൾ സ്വെറ്റേഴ്സും കോട്ടും അങ്ങനെയൊക്കെയുള്ള ചില വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ തുടങ്ങും. അതേസമയം നമ്മൾ ഇച്ചിരൂടെ ചൂടായിട്ടുള്ള വേനൽ സമയത്തൊക്കെ കയറുമ്പോഴത്തേക്ക് നമ്മുടെ അത് മാറിയിട്ട് ചിലപ്പോൾ സ്ലീവ്ലെസ്സും ബർമുഡായും അങ്ങനെയൊക്കെ ആയെന്ന് വരുമായിരിക്കും. അതുകൊണ്ട് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമ്മുടെ വസ്ത്രങ്ങളെ നമ്മൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ കാലാവസ്ഥ മാറുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ചേഞ്ച് ചെയ്യണ്ടേ? അതെ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും കൂടെ ചേഞ്ച് ചെയ്യണം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് 2 സെക്ടർസ് ഉണ്ട്. എത്ര മാന്യത വന്നെന്ന് പറഞ്ഞാലും പിടിച്ചു നിൽക്കുന്ന 2 സെക്ടർസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. വേറേത്, നമ്മൾ കാലാവസ്ഥ തന്നെയല്ല, നമ്മൾ പല ഡൈവേഴ്സിഫിക്കേഷൻ വേറെ രീതിയിലും കൂടെ നടത്തിക്കൊണ്ടിരിക്കണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള കൺട്രീസിൽ ഡയറക്റ്റ് ഇവിടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? എന്നാൽ അങ്ങോട്ടും കൂടെ നമുക്കൊന്ന് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. നിങ്ങൾ MSCI ഇൻഡെക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. MSCI എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ. ഇത് മോർഗൻ സ്റ്റാൻലി എന്ന് പറഞ്ഞ വലിയൊരു ഫിനാൻസ് കമ്പനിയുടെ ഒരു ആമായിരുന്നു MSCI എന്ന് പറഞ്ഞ ഒരു വിഭാഗം. അന്നേരം ആ കമ്പനിയായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ലോകത്തിലെ എല്ലാ കൺട്രീസിലും. ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സ് പ്രകാരമേ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാതെ സുഹൃത്ത് പറഞ്ഞു അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ സകല കമ്പനീസിൻ്റെയും, ഇന്ത്യയിലുള്ള ഒട്ടുമുക്കാൽ നല്ല കമ്പനീസിൻ്റേതും ഇവാലുവേറ്റ് ചെയ്യും. റിസൾട്ട്സും അവരുടെ ആ പാരാമീറ്റേഴ്സും ഒക്കെ വെച്ച് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അപ്രൂവൽ കൊടുക്കത്തുള്ളൂ ഇതിനെ കൊണ്ട് ഇൻഡെക്സിൽ കയറ്റാൻ പറ്റിയ കമ്പനിയാണെന്ന്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ MSCI ഇൻഡെക്സിനകത്ത് കിടക്കുന്ന കമ്പനീസിൻ്റെ ആ ഒരു ലിസ്റ്റ് ഞാനൊന്ന് പെയ്യൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 164 കമ്പനീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ കമ്പനിയുടെ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഏതാണ് ക്വാളിറ്റി എന്നുള്ളത്. HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ICICI ബാങ്ക്, ഭാരതി എയർടെൽ, ഇൻഫോസിസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ആക്സിസ് ബാങ്ക്, ലാർസൻ ആൻഡ് ടൂബ്രോ, ആദിത്യ ബിർള ക്യാപിറ്റൽ, IRCTC, അങ്ങനെ പോകുന്നു കമ്പനീസിൻ്റെ ലിസ്റ്റ്. ഇന്ത്യയിലെ ബെസ്റ്റ് ടോപ്പ് ഓഫ് ദ കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇൻഡെക്സിനെയാണ് MSCI ഇൻഡെക്സ് എന്ന് പറയുന്നത്. MSCI ഇന്ത്യ ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. അന്നേരം ലോകത്തിലെ ഏതൊക്കെ എമർജിങ് മാർക്കറ്റ്സ് ഉണ്ടോ, ഡെവലപ്ഡ് മാർക്കറ്റ്സ് ഉണ്ടോ, അതേ രാജ്യങ്ങളുടെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സ്റ്റോക്സിൻ്റെ ഇൻഡെക്സാണ് MSCI ഇൻഡെക്സ്. ഇന്ത്യയിലെ ഇൻഡെക്സിൻ്റെ പേര് MSCI ഇന്ത്യ. US-ൻ്റെ ഇൻഡെക്സിൻ്റെ പേര് MSCI US, MSCI UK, MSCI ചൈന, MSCI തൈവാൻ, MSCI കൊറിയ. അങ്ങനെ ഓരോരോ രാഷ്ട്രങ്ങളുടെ ഇൻഡെക്സസ് അവരാണ് രൂപീകരിച്ചിട്ട്. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ നമ്മൾ ആ MSCI ഇൻഡെക്സിലോട്ട് അങ്ങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാരം അനുസരിച്ച് അങ്ങ് വിഹിതങ്ങൾ അങ്ങ് പൊക്കോളൂ അതിനകത്തോട്ട്. അന്നേരം പിന്നെ നമുക്ക് വലിയ ടെൻഷൻ വേണ്ട. നമുക്ക് വേണമെങ്കിൽ നമുക്ക് MSCI ഇന്ത്യയുടെ ഫണ്ട് നമ്മുടെ നോർമൽ ബ്രോക്കറേജ് ആപ്പിൽ നിന്ന് കിട്ടും. ഇപ്പോൾ സിറോദായോ ഗ്രോയോ അങ്ങനെയൊക്കെയുള്ള ഏത് ബ്രോക്കറേജ് ആപ്പിലും MSCI ഇന്ത്യയുടെ നമുക്ക് ഇൻഡെക്സ് ഫണ്ടിനെ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം അത് നമ്മുടെ നാട്ടിലെ ഒരു സാധനമാണല്ലോ ഈ സ്റ്റോക്സ് എല്ലാം. അന്നേരം അതിനകത്ത് ഇൻഡെക്സ് ചെയ്തിട്ട് നമ്മൾ MSCI ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒട്ടും ശരിയായിട്ടില്ല.
നമ്മളൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ കഴിഞ്ഞ 2 വർഷം മുമ്പേ, ഇന്നത് 9,000 രൂപയോ അല്ലെങ്കിൽ $10,000 ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്നത് $9,000 നമ്മുടെ കയ്യിൽ കിടന്നേനെ. എന്നാൽ അതേ സമയം നമ്മൾ MSCI തൈവാനിൽ കൊണ്ട് 2 വർഷം മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ അത് $19,416 കൈ കിടന്നേനെ. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 100%ൻ്റെ അടുത്ത് വന്നു. 100 ആയില്ല, 100ൻ്റെ അടുത്ത് വന്നു. 19,416. എന്നാൽ അതേസമയം നമ്മൾ കൊറിയയിലെ MSCI ഇൻഡെക്സ് ഫണ്ടിനകത്തോട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ അതിപ്പം $10,000 ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ $25,692 ആയി മാറിയേനെ. അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് 2.5 മടങ്ങിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയതിന് വെറും 2 വർഷത്തിൽ. അതുപോലാണ് കൊറിയയുടെ മാർക്കറ്റ് പോകുന്നത്, തൈവാൻ്റെ മാർക്കറ്റ് പോകുന്നത്. കാരണമെല്ലാം നമുക്ക് പണ്ടേ അറിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. സെമി കണ്ടക്ടർ, ഒരു വേർഡേ ഉള്ളൂ, സെമി കണ്ടക്ടർ കാരണമാണ് ഈ കമ്പനീസ് ഭയങ്കരമായിട്ട് ബൂം ചെയ്യുന്നത്. അന്നേരം ഇങ്ങനെ ബൂം ചെയ്യുന്ന കമ്പനീസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും എന്നിട്ട് നമ്മുടെ നാട്ടിലെ സ്റ്റോക്സ് 2% താഴോട്ട് ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ ആകണോ നിങ്ങൾക്ക്? വേണ്ടായല്ലോ. നല്ലപോലെ പോകുന്നിടത്തോട്ട് അങ്ങോട്ട് കയറി പിടിക്കുക. എന്നിട്ട് അതൊരു 2-3 വർഷത്തേക്ക് ഈ സെമി കണ്ടക്ടറിൻ്റെ ആ ഒരു യുഗം നടന്നിരിക്കും. അന്നേരം അതിനകത്ത് നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ലിവറേജ് ചെയ്യണ്ടെന്ന് പറ? വി ഷുഡ് ബി ലിവറേജിങ് ദിസ് അഡ്വാൻറ്റേജ്. നമുക്കിപ്പം ലോകത്തിലെ സകല മാർക്കറ്റ്സും നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അന്നേരം അതിനകത്ത് പോയിട്ട് നമ്മൾ എന്തുകൊണ്ട് ലിവറേജ് ചെയ്യേണ്ട? വി ഷുഡ് ലിവറേജ്. നമുക്ക് സൗത്ത് കൊറിയയുടെ ഫണ്ടിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ US സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ETF ഉണ്ട്. ആ ETF-നെ കൊണ്ട് അങ്ങോട്ട് കയറി പിടിച്ചാൽ മതി. എന്നിട്ട് ആ ETF ആണ് പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നത്. നമുക്കൊന്നും അറിയണ്ട. കാരണം എന്താണ്? ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്രീം അതിനെ MSCI ഇൻഡെക്സിനകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതാണ് കിടന്ന് ഓടുന്നത്. എന്നിട്ട് നമുക്ക് എത്രയാണ് എക്സ്പെൻസ് റേഷ്യോ വരുന്നത്? വളരെ തുച്ഛമായിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോയാണ്. ഒരു $10,000 ഇട്ട് കഴിഞ്ഞാൽ ഒരു $59 എക്സ്പെൻസ് ആയിട്ട് പോകുന്നത്. $10,000 ഇട്ട് കഴിഞ്ഞാൽ $59 നമുക്ക് എക്സ്പെൻസ് ആയിട്ട് പോവുകയാണെങ്കിൽ കിട്ടുന്ന എത്രയാണ്? 25,000 അല്ലായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്? ശരി, 25,000 കിട്ടിയില്ല, അതിൻ്റെ പകുതി തന്നെ കിട്ടിയെന്ന് വിചാരിച്ചോ, അതും ലാഭമല്ലേ? സംതിങ് മച്ച് ബെറ്റർ. പല കൺട്രീസ് വളരെ നല്ലതായിട്ടുള്ള റിസൾട്ട്സ് തന്നുകൊണ്ടിരിക്കുകയാണ് MSCI ഇൻഡെക്സിനകത്ത്. ഇപ്പോൾ ടർക്കി ആയാലും ഗ്രീസ് ആയാലും കൊളംബിയ ആയാലും അങ്ങനെ പല കൺട്രീസിനകത്ത് ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഒക്കെ തരുന്നുണ്ട്. പല സെക്ടർസിനകത്തും ഗ്രോത്ത് ഒക്കെ തരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് നമ്മളെപ്പോഴും ചേസപ്പ് ചെയ്യേണ്ടത് അതിനെയാണെന്നറിയാമോ? സൺറൈസ് ഇൻഡസ്ട്രീസിനെയാണ്. നമ്മൾ ഒരു ലോജിക്ക് എപ്പോഴും വെക്കണം. ഓൾവേസ് ചേസ് ദ സൺറൈസ് ഇൻഡസ്ട്രി ആൻഡ് ലീവ് ദ സൺസെറ്റ് ഇൻഡസ്ട്രി. സൺറൈസ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന മാർക്കറ്റിനകത്ത് വരുന്ന ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഇൻഡസ്ട്രിക്കകത്ത് സെമി കണ്ടക്ടറാണ് സൺറൈസ്. സെമി കണ്ടക്ടർ പണ്ട് ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ AI-യുടെ യുഗത്തിൽ അതിൻ്റെ ഒരു പുതിയൊരു ഫേസ് വന്നിട്ടുണ്ട്. അതൊരു സൺറൈസ് ഇൻഡസ്ട്രി ആയിട്ടാണ് പലരും കണക്കാക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പല കൺട്രീസ് നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് തൈവാനും സൗത്ത് കൊറിയയുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ടോപ്പ് മോസ്റ്റ് കൺട്രീസ് വിത്ത് സെമി കണ്ടക്ടർ പ്രൊഡക്ട്സ്. അപ്പോൾ തൈവാൻ്റെ ആ ഒരു ടിക്കർ സിമ്പൽ EWT എന്നാണ്. അത് നമ്മൾ പോയിട്ട് EWT ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ MSCI തൈവാൻ ഇൻഡെക്സിൻ്റെ ETFസിൽ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് സൗത്ത് കൊറിയയുടെ EWY എന്ന് പറഞ്ഞ് ടിക്കർ സിമ്പലിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പോയിട്ട് അതിൻ്റെ ETF-ൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഈ 2 ETFs ഇനി വരുവാനിരിക്കുന്ന കുറേ നാളുകളത്തേക്ക് വളരെ നല്ലൊരു ഗ്രോത്ത് തന്നിരിക്കുക എന്നുള്ള കാര്യമാണ് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. ഒരു രാഷ്ട്രത്തിൻ്റെ ആ മുന്നേറ്റം, എക്കണോമിക് അഡ്വാൻസ്മെൻ്റ് ഒക്കെ നടക്കുന്ന ആര് പറഞ്ഞിട്ടാണെന്നറിയാമോ? തലപ്പത്തിരിക്കുന്ന അണ്ണന്മാർ തന്നെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ മോദിജിയും നിർമ്മല സീതാരാമൻജിയും അങ്ങനെയൊക്കെയുള്ള പീയൂഷ് ഗോയലും അങ്ങനെയൊക്കെ ഉള്ളവർ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തിട്ട് മുമ്പോട്ട് നടത്തേണ്ടത്. ഇപ്പോൾ നടന്നിരിക്കുക എന്താ?
ഹോർമൂസ് കടലിടക്കിൽ ഭയങ്കര പ്രശ്നം വന്നിരിക്കുന്നു, എണ്ണ വരുന്നില്ല, ക്രൂഡിൻ്റെ പ്രശ്നമുണ്ട്. എന്നിട്ട് ഇന്ത്യൻ എക്കണോമി തന്നെ ഇടിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോറക്സ് ഇഷ്യൂസ് ഉണ്ട്, ഫ്യൂവൽ ഇഷ്യൂസ് ഉണ്ട്, ഫെർട്ടിലൈസർ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഇഷ്യൂസ് അല്ലാതെ വേറെ ഒന്നും എൻ്റെ മുമ്പിൽ കാണാൻ കിട്ടുന്നില്ല. ഇവൻ നിർമ്മല സീതാരാമൻജിയും ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നപ്പം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇൻവെസ്റ്റേഴ്സിൻ്റെ കൺസേൺ ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ വെറും താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കുറേ ലേറ്റ് ആയിപ്പോയി മാഡം, വളരെ ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ നിങ്ങൾ LTCGയും STCGയും മാറ്റിക്കഴിഞ്ഞാൽ പോലും രൂപ ഇത്രമാത്രം ഇടിഞ്ഞ സ്ഥിതിക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ നിൽക്കത്തക്കവണ്ണമുള്ള ഒരു അട്രാക്റ്റീവ്നെസ്സും ഇല്ല. അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് തന്നിട്ട് സ്ഥലം വിടാം. അത്രമാത്രം ഇടിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ഈ സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂയും. ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. നമ്മൾ ന്യായം നൽകാനായിട്ട് താമസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായം കൊടുത്തില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് ഫിനാൻസിനകത്തും പല കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, FIIs ഇന്ത്യ വിട്ടിട്ട് പോകാൻ തുടങ്ങിയിട്ട് 2-2.5 വർഷമായി. അവരെല്ലാ ദിവസവും കുറേയേറെ പണം ഇവിടുന്ന് എടുത്തിട്ട് ലിക്വിഡേറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ നിർമ്മല സീതാരാമൻജിക്ക് ഒരു ചിന്ത വന്നിരിക്കുന്നത്, ചിലപ്പം നമ്മൾ LTCGയും STCGയും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ പോക്കൊന്ന് നിർത്തുമെന്നുള്ള ഒരു ചിന്തയാണ്. അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഇനി അത് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഇല്ലയോ, കുറയ്ക്കുകയോ വിടുവോ, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഡിലേഡ് റെസ്പോൺസ് വരുന്നതെന്നുള്ള ഒരു ചിന്ത വരുമ്പോഴത്തേക്ക് നമുക്ക് ആശ്ചര്യം തോന്നും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഒരു 2 ആഴ്ച മുമ്പെയാണ് നമ്മുടെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില, ബ്രെൻറ്റ് ക്രൂഡ് $110-115 ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് $87 താഴെയാണ്. ഇപ്പോഴാണോ ഇവരെ അണ്ണന്മാർ വന്നിട്ട് അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ഇപ്പോൾ എണ്ണിച്ചിട്ട് പറയുകയാണ് നാട്ടുകാരോട് നിങ്ങൾ 7 രൂപ എക്സ്ട്രാ ആയിട്ട് പെട്രോളിനും ഡീസലിനും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അതത്ര ശരിയായ ഒരു സ്റ്റെപ്പായിരുന്നു എന്ന് നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ച് നോക്കുക. ഇലക്ഷന് വേണ്ടി ഒന്ന് നിർത്തി വെക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യരെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതത്ര ശരിയായ ഒരു കാര്യമൊന്നുമല്ലല്ലോ. ഫൈനലി അവർ റിലയൻസും നയാരയും അങ്ങനെയൊക്കെയുള്ള കമ്പനിക്ക് വേണ്ടിയാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ പണിയെടുക്കുന്നത്. അല്ലാതെ സാധാരണപ്പെട്ട പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു പണിയും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞോണം. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ അടിക്കാൻ മറക്കല്ലേ. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.